ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ Tysm. അപ്പം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് വീഡിയോസ് എഡിറ്റ് ചെയ്യാൻ പറ്റിയ 3 ആപ്സിനെ കുറിച്ചാണ്. അപ്പം നമുക്ക് എൻ്റെ വീഡിയോയിലേക്ക് പോകാം. ആദ്യത്തെ ആപ്പിൻ്റെ ഒരു ഇൻഷോട്ട് എന്നാണ്. ഇതൊരു അടിപൊളി ആപ്പാണ്. ഇതിലാണ് ഞാൻ എല്ലാ വീഡിയോസ് എഡിറ്റ് ചെയ്യാറുള്ളത്. ഇതിൽ പല വേർഷൻസ് ഉണ്ട്. വീഡിയോസ് എഡിറ്റ് ചെയ്യാം, ഫോട്ടോ എഡിറ്റ് ചെയ്യാം, പിന്നെ കൊളാഷ് ഉണ്ടാക്കാം, അങ്ങനത്തെ പല ടൈപ്പ് ഇതുണ്ട്. അത് വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഞാൻ നേരത്തെ ഇതിൽ വെച്ച് എഡിറ്റിംഗ് ആണ്. പിന്നെ ഞാൻ വീഡിയോ സെലക്ട് ചെയ്യുകയാണ്. വീഡിയോ നമുക്ക് ഇതിൽ തന്നെ കട്ട് ചെയ്ത് സേവ് ചെയ്യാം. നമ്മൾ ഒരു ഭാഗമുള്ള കട്ട് ചെയ്യാം, എന്നിട്ട് സേവ് കൊടുക്കുക, എന്നിട്ട് അത് കോപ്പി ചെയ്യാം. എത്ര വീഡിയോ സെലക്ട് ചെയ്തിട്ട് അത് കട്ട് ചെയ്യാം. ഇതേപോലെ മറ്റേ വീഡിയോ ഞാൻ കട്ട് ചെയ്യാണ്, സെലക്ട് ചെയ്യാണ്. എന്നിട്ട് നമുക്ക് വീഡിയോയ്ക്ക് കൊടുക്കാം. വീഡിയോ പ്ലേ ചെയ്യാം. നമുക്ക് അതിൻ്റെ ഓരോ ഭാഗങ്ങളായി കാണാം. പിന്നെ അത് നമുക്ക് വേണ്ടിയ സൈസിലാക്കാം. ഇൻസ്റ്റഗ്രാമിൻ്റെ സൈസ്, യൂട്യൂബ്, ടിക്ടോക്ക്, അങ്ങനെ പല സൈസിൽ സ്ക്രീൻ സൈസില്ലേ ആ ടൈപ്പ് നമുക്കാക്കാം. ഫുൾ സ്ക്രീൻ വേണോ, ഹാഫ് സ്ക്രീൻ വേണോ, പകുതി വേണോ, അങ്ങനത്തെ പല സ്ക്രീൻ ഉണ്ടാക്കാം. പിന്നെ കളറിങ് ആണ്. നമ്മളിത് കുറച്ച് ബ്രൈറ്റ് ആക്കുക, ഡാർക്ക് ആക്കുക, അങ്ങനത്തെ കുറേ കളറിങ്. പിന്നെ അതിലൊരു സ്ക്രീനിൽ തന്നെ പല ഇതാക്കാം. പഴയ മോഡൽ സ്ക്രീനാക്കാം, അങ്ങനെ അങ്ങോട്ട് ഇങ്ങോട്ട് ഇളകി എടുക്കുന്നത് അതുപോലെ സ്ക്രീനാക്കാം. പിന്നെ സോങ് കൊടുക്കാം, ബാക്ക്ഗ്രൗണ്ട് സോങ് കൊടുക്കാം. ഇതിലുള്ള സോങ്സ് ഉണ്ട്. പിന്നെ നമുക്ക് ഗാലറിയിൽ നിന്ന് വേണേൽ സോങ്സ് കൊടുക്കാം. ഇതിലുള്ള സോങ് പറഞ്ഞാൽ നമുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആകാൻ കൊടുക്കാൻ പറ്റിയ സോങ്സാണ് ഇതിൽ മൊത്തം. പിന്നെ വോയിസ് റെക്കോർഡിങ്, നമ്മളെ വോയിസ് റെക്കോർഡ് ചെയ്യാം. ഇതൊരു പുതിയ ഒന്നൊരു അപ്ഡേഷനാണ്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അപ്ഡേഷൻ വരും. അങ്ങനെ പല മോഡും വരും ഇതിൽ. അടിപൊളി അപ്ഡേഷനാണ്. ഇനി ഇമോജീസാണ്. പല ടൈപ്പ് ഇമോജീസ് ഉണ്ട്. GIF പോലുള്ള ഇമോജീസ് ഉണ്ട്, സാധാരണ ഇമോജീസ് ഉണ്ട്. പിന്നെ ലോഗോ ടൈപ്പ് ഉണ്ട്, ഫേസ്ബുക്ക് ലോഗോ, ഇൻസ്റ്റഗ്രാം ലോഗോ, അങ്ങനെ പല ലോഗോസ് ടൈപ്പ് ഉണ്ട്. പിന്നെ നമുക്ക് ഫോട്ടോ എഡിറ്റ് ചെയ്യാം. ഞാൻ പിന്നെ ഒരു ഫോട്ടോ എടുത്ത് സൈഡ് വെക്കാണ്. തൽക്കാലം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയാണ് ഞാൻ ഇങ്ങനത്തെ വീഡിയോസും ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഞാൻ എഡിറ്റ് ചെയ്യൽ ഇതിലാണ്. പിന്നെ ടൈപ്പ് ചെയ്യാം. നമുക്ക് ഓരോന്ന് സൈഡിൽ സബ്സ്ക്രൈബ് എന്നൊക്കെ ടൈപ്പ് ചെയ്ത് വെക്കാം വീഡിയോൻ്റെ ഇടയിൽ. പിന്നെ സ്പീഡ് കൺട്രോളിങ് ആണ്. നമുക്ക് സ്ലോ മോഷൻ ആക്കാം വീഡിയോ, പിന്നെ ഫാസ്റ്റ് ആക്കാം. ഇതാണ് ഞാൻ ഇപ്പോൾ കളിയാണെടുത്ത് കളിയിൽ സ്പീഡാക്കി. പിന്നെയുള്ളത് സ്ക്രീൻ സൈസ് എത്രയാണ് ആക്കേണ്ടത്. നമുക്കൊരു ഭാഗം മാത്രമാണെങ്കിൽ ആ ഭാഗം മാത്രമാക്കാം. പിന്നെ ടിക്ടോക്കിലുള്ള പല ടൈപ്പ്, പിന്നെ പകുതി ഭാഗം, സൈഡ് ഭാഗം, അങ്ങോട്ടും ഇങ്ങോട്ട് തിരിച്ചാൽ അങ്ങനത്തെ കുറേ ഇതാണ്. ഒരു അടിപൊളിയാണ്. ഈ ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം, കയറി നോക്കിയോണ്ടി. അടിപൊളി ആപ്പാണ്. യൂട്യൂബ് ചെയ്യുന്നവർക്കൊക്കെ അടിപൊളി ആപ്പ് എഡിറ്റ് ചെയ്യാൻ പറ്റി. അടുത്ത ആപ്പിൻ്റെ പേരാണ് ഫിൽമറാഗോ എന്നാണ് ഇതിൻ്റെ പേര്. ഇതൊരു അടിപൊളി ആപ്പാണ്. ഞാൻ അതിലങ്ങനെ എഡിറ്റ് ചെയ്യാറൊന്നുമില്ല, പക്ഷേ ആവശ്യം വരുമ്പോൾ എഡിറ്റ് ചെയ്യാറുണ്ട്. വീഡിയോ സെലക്ട് ചെയ്യാം. പിന്നെ അതിൽ അതേപോലെ ഇൻഷോട്ട് അതേപോലെയുള്ള മോഡൽസൊക്കെയാണ് ഇതിലുള്ളത്. സെലക്ട് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇതിൽ സോങ്സ്, ഇതിൻ്റെ അടിഭാഗത്താണ് എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ. നമ്മൾ ഈ സൈഡ് ഭാഗം അങ്ങനെ സ്വൈപ്പ് ചെയ്താൽ കാണാം. അടിഭാഗത്ത് ആദ്യം സോങ് കൊടുക്കാറുണ്ട്, പിന്നെ ട്രാൻസ്ഫർ ചെയ്യാറുണ്ട്, പിന്നെ സ്ക്രീൻ എഡിറ്റ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് അടുത്തായിട്ട് കട്ട്, അങ്ങനത്തെ ഒരുപാട് ഓപ്ഷൻസ് കാണാം. വോയിസ്, കളറിങ്, ടൈപ്പിംഗ്, അങ്ങനെ പല ഓപ്ഷൻസ് കാണാം. അടിപൊളി ആപ്പാണ്. ഞാനത് ചില വീഡിയോസിലാണ് യൂസ് ചെയ്തത്. പിന്നെ സേവ് ചെയ്യാൻ സേവ് HD ഹൈ ക്വാളിറ്റി ഒന്നുമില്ല, അതിൻ്റെ മാക്സിമം ക്വാളിറ്റി വരും. മറ്റേതിൽ ഇൻഷോട്ടിലൊക്കെ എഡിറ്റിങ് എത്രയാണോ വേണ്ടിയെന്ന് ചോദിച്ചു. അടുത്ത ആപ്പിൻ്റെ പേരാണ് കെയിൻമാസ്റ്റർ മോഡ്. ഇതിനെപ്പറ്റി ഞാൻ അധികം പറയേണ്ടതെന്ന് വിചാരിക്കുന്നു. ഇതൊരു അടിപൊളി ആപ്പാണെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ ഇതാണ് കെയിൻമാസ്റ്റർ എന്ന മോഡിൽ തന്നെ ലോഗോ ആണ് പ്രശ്നം. ഒരു അടിപൊളി ആപ്പാണ്.
എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടാണ് ഇത്. ഞാൻ യൂട്യൂബിൽ നോക്കി ഡൗൺലോഡ് ചെയ്തതാണ്. ലിങ്ക് ഉണ്ട്, ഞാൻ താഴത്ത് കൊടുക്കാം. മറ്റേ കെയിൻ മാസ്റ്റർ മോഡ് മുകളിൽ ഏരിയ അതുണ്ടാവില്ല, എൻ്റെ മുകളിൽ നോക്കിയോളൂ. ഞാനത് വോയിസ് കൊടുക്കാനായിരുന്നു ആദ്യം ഇൻസ്റ്റാൾ ചെയ്തത്. ഇൻഷോട്ടിലെ ഓപ്ഷൻ ഇല്ലായിരുന്നു. ഇതിൽ നമുക്ക് സൗണ്ട് ഡബിൾ ഇരട്ടിയാക്കാം. നമ്മൾ വോയിസ് കൊടുക്കുമ്പോൾ അതിനെ ഡബിൾ ഇരട്ടിയാക്കി ആക്കാം. അതാണ് ഇതിനോടുള്ള നല്ല ഉപകാരം, എനിക്കുള്ള ഉപകാരം ഇതിനോട്. 3 ആപ്പിൻ്റെ ലിങ്ക് ഞാൻ താഴത്ത് കൊടുക്കാം. കയറി ചെക്ക് ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് അല്ല, എപ്പോഴും സബ്സ്ക്രൈബിൻ്റെ ചിഹ്നം മാത്രമേ ഉള്ളൂ. അതുകൊണ്ടാണ് ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ പറയാൻ മറന്നുപോയി. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിലുള്ള ബെല്ലൈക്കൺ അമർത്തുക, ലൈക്ക് അടിക്കാം. ഇതിലിപ്പോൾ പുതിയ വന്നതാണ് ഫുൾ HD, ഹാഫ് HD, മീഡിയം, ലോ, അങ്ങനത്തെ ക്വാളിറ്റി ഇപ്പോൾ അടുത്ത് വന്നതാണ്. മുമ്പ് ഹൈ വരെ ഉള്ളു, ഇനി ഹൈ HD അങ്ങനെയുള്ള അടിപൊളി ഇതാണ്. നിങ്ങൾ ഇൻഷോട്ടിൽ നല്ല MB ഉണ്ടെങ്കിൽ ഇതിലിട്ടാൽ മതി. MB കുറഞ്ഞോളും. ക്ലിയറിനൊരു മാറ്റം ഉണ്ടാവില്ല. അടിപൊളി ആപ്പാണ്. ഈ 2 ആപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ടാണ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ആപ്പിൻ്റെ ലിങ്കൊക്കെ ഞാൻ താഴത്ത് കൊടുക്കാൻ, കയറി ചെക്ക് ചെയ്യേണ്ടി. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബ് ചെയ്യുക, അത്തരത്തിൽ ബെല്ലൈക്കൺ അമർത്തുക, പിന്നെ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്തൊരു നല്ല വീഡിയോ